വേർഡ്സ് നോട്ട് യൂസ്ഡ് ഇൻ ദർ ലിറ്ററൽ സെൻസസ്. അതായത് ഒരു സാഹിത്യപരമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാതെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സുകൾ അല്ലെങ്കിൽ എക്സ്പ്രഷനുകളെയാണ് നമ്മൾ ഫിഗർ ഓഫ് സ്പീച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ ഫിഗർ ഓഫ് സ്പീച്ച് ഈസ് യൂസ്ഡ് ടു പോർട്രേ ആൻ ഐഡിയ മോർ ക്ലിയർലി ഓർ മോർ ഇൻട്രസ്റ്റിംഗ്ലി. ഒരു ആശയം വളരെ വ്യക്തമായും വളരെ താല്പര്യപൂർവ്വവും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സുകളെയാണ് എന്ത് പറയുന്നത്? ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. ദ മോസ്റ്റ് കോമൺ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആർ മെറ്റാഫേഴ്സ്, സിമിലീസ്, ഇഡിയംസ് ആൻഡ് യൂഫെമിംസ്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ പാർട്ട് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഫിഗേഴ്സ് ഓഫ് സ്പീച്ചുകളാണ് മെറ്റാഫർ, അതേപോലെ സിമിലീസ്, അതേപോലെ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു വസ്തുവും മറ്റൊരു വസ്തുവും തമ്മിലുള്ള കമ്പാരിസൺ. ആൻഡ് യൂസ്ഡ് ടു മേക്ക് എ ഡിസ്ക്രിപ്ഷൻ മോർ എംഫറ്റിക് ഓർ വിവിഡ്. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രേവ് ആസ് എ ലയൺ. ലയണിനെ പോലെ അല്ലെങ്കിൽ സിംഹത്തെ പോലെ ധൈര്യം ഉണ്ടായിരിക്കാം. അപ്പൊ അവിടെ ആ ബ്രേവിനെ അല്ലെങ്കിൽ ധൈര്യത്തെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? ലയണിനോട്. ഹി ഈറ്റ്സ് ലൈക്ക് എ ഗാനറ്റ്. ദിസ് സാൻഡ്വിച്ച് ടേസ്റ്റസ് ലൈക്ക് sawdust between two doormats. She sings like an angel. It's like water off a duck's back. A simile usually contains an image that is a word picture that can be perceived. ഒരു സിമിലിയിൽ എപ്പോഴും ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതായത് ഒരു സിമിലിയിൽ എപ്പോഴും ഒരു ഇമേജ് ഉണ്ടാകും. ദാറ്റ് ഈസ് എ വേർഡ് പിക്ചർ. ആ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വേർഡ് പിക്ചർ ആണ്. that we can perceive. In the line, my words swirled around his head like summer flies by E.D. White. Words are being described with the help of image of summer flies. Swirling around his head is a visual image, but we can hear the flies as well as see them. Similes are generally brief, but they can be expanded. അതായത് സിമിലി എപ്പോഴും എങ്ങനെയായിരിക്കും? വളരെ ബ്രീഫ് ആയിട്ടുള്ളതായിരിക്കും. ബട്ട് വി ക്യാൻ എക്സ്പാൻഡ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്ന പറയുന്നത്? അത് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സിമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിമിലി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻവോൾവിംഗ് ദ കമ്പാരിസൺ ഓഫ് വൺ തിങ് വിത്ത് അനദർ തിങ് ഓഫ് എ ഡിഫറെന്റ് കൈൻഡ് യൂസ്ഡ് ടു മേക്ക് എ ഡെസ്ക്രിപ്ഷൻ മോർ എംഫറ്റിക് ഓർ വിവിഡ്. ഇനി അതിന് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഹി ഇറ്റ്സ് ലൈക്ക് എ ഗാനറ്റ്, അതേപോലെ തന്നെ ആസ് ബ്രേവ് ആസ് ലയൺ, ടേസ്റ്റസ് ലൈക്ക് സോഡസ്റ്റ് ബിറ്റ്വീൻ ടു ഡോർമേറ്റ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മെറ്റാഫറിനെ കുറിച്ചാണ്. എന്താണ് മെറ്റാഫർ? എ മെറ്റാഫർ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് മേക്സ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ്. അതായത് രണ്ട് ഒരേപോലെ അല്ലാത്ത രണ്ട് വസ്തുക്കളെ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് മെറ്റാഫർ. ആസ് എ ലിറ്റററി ഡിവൈസ്, ഒരു സാഹിത്യ ഉപകരണം എന്ന രീതിയിൽ മെറ്റാഫർ ക്രിയേറ്റ് സിംപ്ലിസിറ്റി കമ്പാരിസൺസ് വിത്തൗട്ട് ദ എക്സ്പ്രസ് യൂസ് ഓഫ് ലൈക്ക് ഓർ ആസ് ലൈക്ക് ഇൻ സിമിലി. അതായത് സിമിലിയിൽ നമ്മൾ ലൈക്ക് അല്ലെങ്കിൽ ആസ് ലൈക്ക് എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കും. പക്ഷെ മെറ്റാഫർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ലൈക്കെന്നോ അല്ലെങ്കിൽ ആസ് ലൈക്ക് എന്നോ ഉള്ള ഉപയോഗിക്കാതെ എന്താ പറയുന്നത്, ഒരു ഇംപ്ലിസിറ്റ് കമ്പാരിസൺ ആണ് മെറ്റാഫറിലൂടെ നടത്തുന്നത്. മെറ്റാഫർ ഈസ് എ മീൻസ് ഓഫ് അസേർട്ടിങ് ദാറ്റ് ടു തിങ്സ് ആർ ഐഡന്റിക്കൽ. മെറ്റാഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വസ്തുക്കൾ എങ്ങനെയാണ്? ഒരേപോലെയുള്ളതാണ്, ഐഡന്റിക്കൽ ആണ്. ഇൻ കമ്പാരിസൺ റാദർ ദാൻ ജസ്റ്റ് സിമിലർ. കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് വസ്തുക്കൾ ഒരേപോലെ ഉള്ളതായിട്ട് മാറുന്നു. സിമിലാരിറ്റിയേക്കാൾ കൂടുതൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് വസ്തുക്കൾ ഒരേപോലെ ആണ് എന്ന് തോന്നിക്കുന്നതാണ് എന്ത്? മെറ്റാഫർ എന്ന് പറയുന്നത്. ദിസ് ഈസ് യൂസ്ഫുൾ ഇൻ ലിറ്ററേച്ചർ ഫോർ യൂസിങ് സ്പെസിഫിക് ഇമേജസ് ഓർ കോൺസെപ്റ്റ്സ് ടു സ്റ്റേറ്റ് അബ്സ്ട്രാക്ട് ട്രൂത്ത്സ്. ഇത് ലിറ്ററേച്ചറിൽ വളരെ ഉപയോഗമുള്ളതാണ്. കാരണം ഇത് ഉപയോഗിച്ച് സ്പെസിഫിക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സ്പെസിഫിക് ഇമേജസ് ഓർ കോൺസെപ്റ്റ്സ് ഓഫ് സ്റ്റേറ്റ് അബ്സ്ട്രാക്ട് ട്രൂത്ത്സ്. ഫോർ എക്സാമ്പിൾ,
One of the most famous metaphors in literature is featured in this line from William Shakespeare's Romeo and Juliet. ഇപ്പൊ നമ്മൾ എന്താ പറയുന്ന ലിറ്ററേച്ചറിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മെറ്റാഫറാണ് വില്യം ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന ആ കൃതിയിൽ നിന്ന് നമ്മൾ പറയുന്നത്. വാട്ട് ലൈഫ് the east and Juliet the sun. In this metaphor, Juliet is compared window breaks. It is the east and Juliet the sun. ഇവിടെ ജൂലിയറ്റിന് എന്താണ് സൂര്യനോട് ഉപയോഗിച്ചിരിക്കുകയാണ്. ജസ്റ്റ് കമ്പയർഡ് ടു ജൂലിയറ്റ് ഈസ് കമ്പയർഡ് ടു ദ സൺ. ഇൻ ഫാക്ട് ദിസ് ഫിഗർ ഓഫ് സ്പീച്ച് ക്ലെയിംസ് ദാറ്റ് ജൂലിയറ്റ് ഈസ് ദ സൺ. പറയുന്നത് ജൂലിയറ്റ് എന്താണെന്നാ പറയുന്നത്, സൺ ആണെന്നാണ് പറയുന്നത്, compared to the sun. In fact, this figure of speech claims that Juliet is the sun. Of course, the reader understands that Romeo does not believe that Juliet is literally the sun. എന്നാൽ തീർച്ചയായും വായിക്കുന്നവർക്ക് മനസ്സിലാകും റോമിയോയെ എന്താണ്, റോമിയോ ഡസ് നോട്ട് ബിലീവ് ദാറ്റ് ജൂലിയറ്റ് ഈസ് ലിറ്റററി ദ സൺ. റോമിയോ എന്താണ് ലിറ്റററി ദ സൺ, സണ്ണല്ല. സാഹിത്യപരമായിട്ട് റോമിയോ ജൂലിയറ്റ് സണ്ണല്ല എന്ന് റോമിയോ വിശ്വസിക്കുന്നു. Instead, the comparison demonstrates the idea that Romeo equates Juliet with the beauty. അതായത് റോമിയോ സണ്ണിന്റെ ബ്യൂട്ടിയോട് അല്ലെങ്കിൽ ജൂലിയറ്റിന്റെ ബ്യൂട്ടിയോട് എന്താ പറയുന്നത്, സണ്ണിനെ ഇക്വേറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് എന്താ പറയുന്ന മെറ്റാഫറുകൾ ലിറ്റററി വർക്ക്സുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് കൂടാതെ ഇതിന് പുറമെ എന്താ പറയുന്നത്, മറ്റ് ഒരുപാട് മെറ്റാഫറുകൾ ഉണ്ട്. അതർ എക്സാമ്പിൾസ് ഓഫ് മെറ്റാഫർ, ലാഫ്റ്റർ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. അതേപോലെ ഷീ ഈസ് ജസ്റ്റ് എ ലേറ്റ് ബ്ലൂമർ. ഈസ് ദർ എ ബ്ലാക്ക് ഷീപ്പ് ഇൻ യുവർ ഫാമിലി. ഹിസ് ഹേർട്ട് ഓഫ് സ്റ്റോൺ സർപ്രൈസ്ഡ് മീ. ഐ സ്മെൽ സക്സസ് ഇൻ ദിസ് ബിൽഡിംഗ്. ഹി ഈസ് ബറീഡ് ഇൻ എ സീ ഓഫ് പേപ്പർ വർക്ക്. ദർ മൈ ഷോൾഡർ. ടൈം ഈസ് മണി. ഇതൊക്കെ നമ്മൾ ലിറ്റററി വർക്ക്സുകളിൽ ഉപയോഗിക്കുന്ന മെറ്റാഫറുകളാണ്. ഇറ്റ് ക്യാൻ ബി ഡിഫിക്കൽട്ട് ഇൻ സം ഇൻസ്റ്റൻസ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ മെറ്റാഫർ ആൻഡ് സിമിലീസ് ആസ് ലിറ്റററി ഡിവൈസ്. അതായത് മെറ്റാഫറുകളും സിമിലികളും ലിറ്റററി ഡിവൈസ് ആണെന്ന് നമുക്ക് എന്താ പറയുന്ന മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബോത്ത് ആർ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച്. ഇത് രണ്ടും എന്താണെന്നാ പറയുന്നത്, ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ആണ്. ഡിസൈൻഡ് ടു ക്രിയേറ്റ് എ കമ്പാരിസൺ. രണ്ടും മെറ്റാഫർ ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അത് രണ്ടും എന്താണെന്നാ പറയുന്നത്, കമ്പയർഡ് ടു ഡിസൈൻഡ് ടു ക്രിയേറ്റ് കമ്പാരിസൺ. ഇൻഫാക്ട് സിമിലി ഈസ് എ സബ്സെറ്റ് ഓഫ് മെറ്റാഫർ. അതായത് യഥാർത്ഥത്തിൽ സിമിലി എന്ന് പറയുന്നത് എന്താണ്, മെറ്റാഫറിന്റെ സബ്സെറ്റ് ആണ്. However, they are distinguished by the presence of one of two words. അത് നമുക്ക് ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് നമുക്ക് ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നമ്മൾ മെറ്റാഫറിനെ കുറിച്ചാണ് പറഞ്ഞത്. മെറ്റാഫർ, സിമിലി, ഇത് രണ്ടും അതായത് ഒരു ലിറ്റററി ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന, ലിറ്റററി വർക്കിൽ ഉപയോഗിക്കുന്ന രണ്ട് ഡിവൈസുകളാണ് മെറ്റാഫറുകളും അതേപോലെ തന്നെ സിമിലികളും. ഇനി നമ്മൾ പറയുന്നത് എക്സ്റ്റെൻഡഡ് മെറ്റാഫറെ കുറിച്ചാണ്. The term extended metaphor refers to a comparison between two unlike things that continues throughout a series of sentences in a paragraph or lines in a poem. അതായത് the term extended metaphor എന്ന് പറഞ്ഞാൽ refers to a comparison between two unlike things. ഒരേപോലെ അല്ലാത്ത രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള കമ്പാരിസൺ that continues throughout a series. അതായത് അതൊരു സീരീസ് ഓഫ് സെന്റൻസസിൽ, ഒരു പാരഗ്രാഫിലെ സീരീസ് ഓഫ് സെന്റൻസസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഓർ ലൈൻസിനെ പോയം, അല്ലെങ്കിൽ ഒരു പദ്യത്തിലെ ലൈനുകളിൽ. ഇറ്റ് ഈസ് ഓഫൺ കംപ്രൈസ്ഡ് ഓഫ് മോർ ദാൻ വൺ സെന്റൻസസ് ആൻഡ് സംടൈംസ് കൺസിസ്റ്റസ് ഓഫ് ഫുൾ പാരഗ്രാഫ്. അതായത് ചില സമയത്ത് ഒന്നിൽ കൂടുതലോ സെന്റൻസുകൾ കംപ്രൈസ് ചെയ്യുന്നു, ചില സമയത്ത് അതൊരു ഫുൾ പാരഗ്രാഫ് കംപ്രൈസ് ചെയ്യുന്നു. അപ്പോൾ എക്സ്റ്റെൻഡഡ് മെറ്റാഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എ കമ്പാരിസൺ ബിറ്റ്വീൻ ടു അൺലൈക്ക് തിങ്സ് ദാറ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് എ സീരീസ് ഓഫ് സെന്റൻസസ് ഇൻ എ പാരഗ്രാഫ്. അതായത് ടു അൺലൈക്ക് തിങ്സ് ദാറ്റ് കണ്ടിന്യൂസ് ത്രൂ ഔട്ട് എ സീരീസ്
sentences in a paragraph or lines in a poem. It is often comprised of more than one sentence. അതായത് ഒന്നിൽ കൂടുതൽ സെന്റൻസുകളുമായിട്ട് ഇത് കംപ്രൈസ് ചെയ്യുന്നു. ആൻഡ് സംടൈംസ് കൺസിസ്റ്റ് ഓഫ് എ ഫുൾ പാരഗ്രാഫ്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് ഒരു ഫുൾ പാരഗ്രാഫിൽ ഉൾക്കൊള്ളുന്നതാണ്. ഇനി അതിന് എക്സാമ്പിൾ പറയുന്നത് ഒരുപാട് ധാരാളം എക്സാമ്പിളുകൾ പറയുന്നുണ്ട്. അപ്പൊ എക്സ്റ്റെൻഡഡ് മെറ്റാഫർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതൊരു ഫുൾ സെന്റൻസിലോ അല്ലെങ്കിൽ ഒരു ഫുൾ പാരഗ്രാഫിലോ കംപ്രൈസ് ചെയ്യുന്നതാണ് എക്സ്റ്റെൻഡഡ് മെറ്റാഫർ. ഇനി അടുത്തതാണ് മിക്സഡ് മെറ്റാഫർ. A metaphor is a figure of speech in which a word or phrase is applied to an object or action to which it is not literally applicable. അതായത് a metaphor is a figure of speech. Metaphor എന്ന് പറയുന്നത് എന്താണ്? ഒരു figure of speech ആണ്. In which a word or phrase is applied. അതായത് ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ അപ്ലൈ ചെയ്യുന്നു ടു ആൻ ഒബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റില് അല്ലെങ്കിൽ ഒരു ആക്ഷനില് ഒരു വേർഡോ അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു വാക്കോ അപ്ലൈ ചെയ്യുന്നു ടു വിച്ച് ഇറ്റ് ഈസ് നോട്ട് ലിറ്ററലി ആപ്ലിക്കബിൾ. അത് എന്താണ്? ലിറ്ററലി ആപ്ലിക്കബിൾ അല്ല. എ മിക്സഡ് മെറ്റാഫർ ഈസ് ദ യൂസ് ഓഫ് ടു ഓർ മോർ അൺറിലേറ്റഡ് മെറ്റാഫേഴ്സ്. അതായത് ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അൺറിലേറ്റഡ് മെറ്റാഫറുകൾ ഉപയോഗിക്കുന്നു. ദാറ്റ് ആർ ഇൻകോൺഗ്രുവസ് ഓർ ഇല്ലോജിക്കൽ വെൻ കമ്പൈൻഡ്. അത് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ലോജിക്കൽ ഇല്ലോജിക്കൽ ആയി മാറുന്നു. Here are some mixed metaphors we have seen and heard. Occasionally, a writer combines two metaphors which do not normally go together. This is called a mixed metaphor. അതായത് ചില അവസരങ്ങളിൽ a writer combines two metaphors. ഒരു റൈറ്റർ എന്താണ്? രണ്ട് മെറ്റാഫറുകൾ കമ്പൈൻ ചെയ്യുന്നു which do not normally go together. അത് ഇതിനെയാണ് നമ്മൾ മിക്സഡ് മെറ്റാഫർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, മോസ്റ്റ് ഓഫ് ദോസ് അറ്റ് ഓയിൽഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യുവൻസി വിനയാർഡ്സ് എസ്റ്റിയേഴ്സ്. To them, Dalton Camp was a comrade in the trenches, sharing in victory, commiserating in defeat, and ready when called on. അതായത് മിക്സഡ് മെറ്റാഫർ എന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. അതായത് ഒരു വേർഡിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ഫ്രേസോ ഫ്രേസിലോ ഉപയോഗിക്കുന്നു. ഇറ്റ് അപ്ലൈഡ് ടു ആൻ ഒബ്ജക്റ്റ് ഓർ ആക്ഷൻ ടു വിച്ച് ഇറ്റ് ഈസ് നോട്ട് ലിറ്ററലി. ഒരു ഒബ്ജക്റ്റിലോ അല്ലെങ്കിൽ ഒരു ആക്ഷനിലോ നമ്മൾ ഈ മെറ്റർ ഉപയോഗിക്കുന്നു. A mixed metaphor is the use of two or more unrelated metaphors. Mixed metaphor എന്ന് പറയുമ്പോൾ പരസ്പര ബന്ധമില്ലാത്ത രണ്ടോ അതിൽ കൂടുതലോ മെറ്റാഫറുകൾ ഉപയോഗിക്കും, എന്നാലും അത് തമ്മിൽ കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ മെറ്റാഫർ, സിമിലി, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് പറയാൻ പോകുന്നത് മെറ്റോണമി. എന്താണ് മെറ്റോണമി? മെറ്റോണമി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് റീപ്ലേസസ് ദ നെയിം ഓഫ് എ തിങ് വിത്ത് ദ നെയിം ഓഫ് സംതിങ് എൽസ് വിത്ത് വിച്ച് ഇറ്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ്. അതായത് മെറ്റോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ദാറ്റ് റീപ്ലേസസ് ദ നെയിം ഓഫ് എ തിങ്. ഒരു വസ്തുവിന്റെ പേര് റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരു വസ്തുവിന്റെ പേര്, പക്ഷെ അത് തമ്മിൽ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിരിക്കും. അതായത് പരസ്പരം വളരെ അടുത്ത ബന്ധമുള്ള ഒരു വസ്തുവിന് പകരം എന്താ പറയുന്നത്, വസ്തുവിന്റെ പേരിന് പകരം മറ്റൊരു വസ്തുവിന്റെ പേര് ഉപയോഗിക്കാം. എക്സാമ്പിൾസ് ഓഫ് മെറ്റോണമി ബോത്ത് ഫ്രം ലിറ്ററേച്ചർ ആൻഡ് ഇൻ എവരിഡേ ലൈഫ്. അതായത് ലിറ്ററേച്ചറിലും അതേപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് മെറ്റോണമി കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇംഗ്ലണ്ട് ഡിസൈഡ്സ് ടു കീപ്പ് ചെക്ക് ഓൺ ഇമിഗ്രേഷൻ. ഇംഗ്ലണ്ട് റെഫേഴ്സ് ടു ദ ഗവൺമെന്റ്, ENGLAND. അവിടെ എൻഗ്ലണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഗവൺമെന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ദ പെൻ ഈസ് മൈറ്റിയർ ദാൻ ദ സ്വേർഡ്. പെൻ റെഫേഴ്സ് ടു റിട്ടൺ വേർഡ്സ് ആൻഡ് സ്വേർഡ് മിലിറ്ററി ഫോഴ്സ്. അതായത് പേന എന്താ പറയുന്നത്? ഈസ് മൈറ്റിയർ ദാൻ ദ സ്വേർഡ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണെന്നാണ്. അപ്പൊ അവിടെ പെൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റിങ്ങിന് അല്ലെങ്കിൽ റിട്ടൺ വേർഡ്സിനാണ് ഉദ്ദേശിക്കുന്നത്. സ്വേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിലിറ്ററി ഫോഴ്സ്. അപ്പൊ മെറ്റോണമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
it is a figure of speech that replaces the name of a thing with the name of something else with which it is closely associated. അടുത്തതാണ് പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇൻ വിച്ച് ആൻ ഐഡിയ ഓർ തിങ് ഈസ് ഗിവൺ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് ആൻഡ് ഓർ ഫീലിങ്സ് ഓർ ഈസ് സ്പോക്കൺ ഓഫ് ആസ് ഇഫ് ഇറ്റ് വേർ ഹ്യൂമൻ. അതായത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇൻ വിച്ച് ആൻ ഐഡിയ ഓർ തിങ് ഈസ് ഗിവൺ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്, ഒരാശയത്തിനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു വസ്തുവിന് ഒരു മാനുഷികത്വം കൊടുക്കുന്നു, ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നു. ഓർ ഫീലിംഗ് ഓർ ഈ സ്പോക്കൺ ഓഫ് ആസ് ഇഫ് ഇറ്റ് വെർ ഹ്യൂമൻ. അതായത് അത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാശയത്തിനോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോ മനുഷ്യന്റെ രൂപത്തിലേക്ക് അല്ലെങ്കിൽ മനുഷ്യന്റെ എന്താ പറയുക ഇമേജ് ഉണ്ടാക്കുന്നു. പേഴ്സോണിഫിക്കേഷൻ ഈസ് എ കോൺട്രിബ്യൂട്ടഡ് ടു നോൺ ഹ്യൂമൻ തിങ്സ്. മനുഷ്യ സ്വഭാവങ്ങള് എന്താ പറയുന്നത് മാനുഷികമല്ലാത്ത വസ്തുക്കളുമായി കമ്പയർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യുന്നു. ദിസ് അലൗസ് റൈറ്റേഴ്സ് ടു ക്രിയേറ്റ് ലൈഫ് ആൻഡ് മോഷൻ വിത്തിൻ ഇനാനിമേറ്റ് ഒബ്ജക്ട്സ്. അതായത് ഇനാനിമേറ്റ് ഒബ്ജക്ട്സിലേക്ക് റൈറ്റേഴ്സിന് ജീവിതവും അതേപോലെ തന്നെ ഫീലിങ്സും ഒക്കെ കൊടുക്കുന്നു. ഇപ്പൊ എക്സാമ്പിൾ, ഹൗവർ ദ മെയിൽ ഈസ് റണ്ണിങ് അൺയൂഷ്വലി സ്ലോ ദിസ് വീക്ക്. ഐ വാണ്ടഡ് ടു ഗെറ്റ് മണി ബട്ട് ദ ATM ഡൈഡ്. എനിക്ക് പണത്തിന് ആവശ്യമുണ്ട്, പക്ഷെ എന്താണ് അവിടെ പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മരിച്ചുപോയി എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് പണത്തിന് ആവശ്യമുണ്ട് പക്ഷെ ATM എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്പിനാച്ച് ഈസ് ഗുഡ് ഫോർ യു. അൺഫോർച്ചുനേറ്റ്ലി വെൻ ദ സ്റ്റെപ്ഡ് ഓൺ ദ ലെഗോ ഹെർ ഫുഡ് the sunflowers hung their heads. That door jumped in my way. ഇതെല്ലാം പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നതും ഒരു ഫിഗർ ഓഫ് സ്പീച്ചിന്റെ ഭാഗമാണ്. അവിടെ ഇൻ വിച്ച് ആൻ ഐഡിയ ഓർ തിങ്, ഒരാശയം അല്ലെങ്കിൽ ഒരു വസ്തു ഈസ് ഗിവൺ ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്, ഒരാശയത്തിനോ അല്ലെങ്കിൽ ഒരു വസ്തുവിനോ എന്താണ് ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത് മനുഷ്യന്റെ ഇതായിട്ടുള്ള വശങ്ങൾ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞത് പേഴ്സോണിഫിക്കേഷൻ, അതേപോലെ മെറ്റാഫർ, അതേപോലെ എക്സ്റ്റെൻഡഡ് മെറ്റാഫർ, ഇത്രയും ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതാണ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ചിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് ഐറണി. എന്താണ് ഐറണി? ഐറണി ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് വേർഡ്സ് ആർ യൂസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് their intended meaning is different from the actual meaning of the words. അതായത് ഒരു വാക്കിന്റെ യഥാർത്ഥ മീനിങ്ങിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഇന്റൻഡഡ് മീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളില് ഒരു വാക്കിന്റെ ഒരു പാർട്ട് ഓഫ് സ്പീച്ചില് ഈ വേർഡ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ മീനിങ് അല്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാഹചര്യത്തിൽ ഈ വേർഡ് ഉപയോഗിക്കുമ്പോൾ വേർഡിന്റെ യഥാർത്ഥ മറിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് ആണ് വരുന്നത്. Irony is a figure of speech in which words intended meaning is different from the actual meaning of the word. എന്ന് പറയുന്ന ആ വേർഡിന്റെ ആക്ച്വൽ മീനിങ്ങിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. It may also be a situation that ends up in quite a different way than what is generally anticipated. അത് മാത്രമല്ല ഒരു സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിലുള്ള മീനിങ് ആയിരിക്കും ആ വേർഡിന് ഉണ്ടാവുക. യഥാർത്ഥത്തിൽ ആ വേർഡിന്റെ റിയൽ മീനിങ് അല്ലെങ്കിൽ യഥാർത്ഥ മീനിങ് വേറെ ആയിരിക്കും, പക്ഷെ നമ്മൾ ആ വേർഡ് ഉപയോഗിക്കുന്നത്
ഏത് സാഹചര്യത്തിനനുസരിച്ചാണോ നമ്മൾ ഒരു വേർഡ് ഉപയോഗിക്കുന്നുണ്ടാകുന്നത്, മറിച്ച് അതിന്റെ യഥാർത്ഥ മീനിങ് ആയിരിക്കില്ല. അതിനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ നെക്ലേസ്, യു സേ ദാറ്റ് യു ബോട്ട് എ നെക്ലേസ് ഓഫ് ഡയമണ്ട്സ് ടു റീപ്ലേസ് മൈൻ. യെസ്, യു നെവർ നോട്ടീസ്ഡ് ഇറ്റ് ദെൻ ദേ വെർ വെരി ലൈക്ക് ആൻഡ് ഷീ സ്മൈൽഡ് വിത്ത് എ ജോയ് വിച്ച് വാസ് പ്രൗഡ് ആൻഡ് നെയ്വ് അറ്റ് വൺസ്. അപ്പോ ഐറണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് വേർഡ്സ് ആർ യൂസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ഇന്റൻഡഡ് മീനിങ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ ആക്ച്വൽ മീനിങ് ഓഫ് ദി വേർഡ്സ്. ഇന്റൻഡഡ് മീനിങ് എന്തായിരിക്കും? അതിന്റെ യഥാർത്ഥ ആക്ച്വൽ മീനിങ് ഓഫ് ദി വേർഡ്സിൽ നിന്നും ഡിഫറെന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഐറണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ദ ഐറണി ഓഫ് സിറ്റുവേഷൻ. Situational irony is a literary device that you can easily identify and literary works. അതായത് സിറ്റുവേഷണൽ ഐറണി എന്ന് പറഞ്ഞാൽ, സിറ്റുവേഷണൽ ഐറണി ഈസ് എ ലിറ്റററി ഡിവൈസ്, ഒരു ലിറ്റററി ഡിവൈസ് ആണ് ദാറ്റ് യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ഇൻ ലിറ്റററി വർക്ക്സ്. ലിറ്റററി വർക്ക്സിൽ എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ് സിറ്റുവേഷണൽ ഐറണി. Simply it occurs when incongruity appears between expectations of something to happen and what actually happens instead. Thus something entirely different happens from what audience may be expecting, or the final outcome is opposite to what the audience is expecting. അതായത് സിറ്റുവേഷണൽ ഐറണി ഒരു എന്താ പറയുന്നത്, ലിറ്റററി ഡിവൈസിൽ സിറ്റുവേഷണൽ ഐറണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സിറ്റുവേഷണൽ ഐറണി ഈസ് എ ലിറ്റററി ഡിവൈസ് ദാറ്റ് യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ ഇൻ ലിറ്റററി വർക്ക്സ്. ലിറ്റററി വർക്ക്സിൽ നിന്ന് എളുപ്പത്തിൽ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ്. സിംപ്ലി ഇറ്റ് ഒക്കേഴ്സ് വെൻ ഇൻകോൺഗ്രുവിറ്റി അപ്പിയേഴ്സ് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻസ് ഓഫ് സംതിങ് ടു ഹാപ്പൻ. അതായത് ഇൻകോൺഗ്രുവിറ്റി അപ്പിയേഴ്സ് ബിറ്റ്വീൻ എക്സ്പെക്ടേഷൻസ് ഓഫ് സംതിങ് ടു ഹാപ്പൻ. എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കുക, ആൻഡ് വാട്ട് ആക്ച്വലി, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വേറൊന്ന്, പക്ഷെ യഥാർത്ഥത്തിൽ ആക്ച്വലി സംഭവിക്കുന്നത് വേറൊന്ന്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള എന്താ പറയുന്ന യാഥാർത്ഥ്യം, അതാണ് ഐറണി ഓഫ് സിറ്റുവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Thus something entirely different happens from what audience may be expecting, or the final outcome is opposite to what the audience is expecting. Situational irony generally includes a sharp contrasts and contradictions. The purpose of ironic situations is to allow the readers to make a and realities and eventually associate them. നമ്മൾ പറഞ്ഞത് ഐറണിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തതാണ് ഐറണിക് കോൺട്രാസ്റ്റ്. ഐറണിക് കോൺട്രാസ്റ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ഷോവിങ് ദ ഇമാജിനറി ആൻഡ് ദ ആക്ച്വൽ സിറ്റുവേഷൻ അറ്റ് ദ സെയിം ടൈം ഇൻ ദ ഫോളോവിങ്. അതായത് contrast is achieved by showing the imaginary and the actual situation at ആയിട്ടുള്ള എന്താ പറയുന്നത് ഐറണി ഒരേ സമയം ലഭിക്കുക. ഐറണിക് കോൺട്രാസ്റ്റ് ഉണ്ടാകുന്നത് ഇമാജിനറിയും അതേപോലെ തന്നെ ആക്ച്വൽ സിറ്റുവേഷൻ ഒരേ സമയത്ത്, നമ്മൾ സങ്കല്പിക്കുന്നതും യാഥാർത്ഥ്യത്തിലുള്ളതും ഒരേ സമയത്ത് ലഭിക്കുന്നതിനെയാണ് നമ്മൾ ഐറണിക് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഐറണി ഇൻ എ സറ്റയർ. Satire is a technique employed by writers to expose and criticize foolishness and corruption of an individual or a society by using humor, irony, exaggeration or ridicule. അതായത് സറ്റയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടെക്നിക്ക്, സറ്റയർ ഈസ് എ ടെക്നിക്ക് എംപ്ലോയിഡ് ബൈ റൈറ്റേഴ്സ്, റൈറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ടു എക്സ്പോസ് ആൻഡ് ക്രിട്ടിസൈസ് ഫൂളിഷ്നെസ്. എന്താണ് അത്? വിമർശിക്കുന്നു. ആൻഡ് കറപ്ഷൻ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഓർ എ സൊസൈറ്റി ബൈ യൂസിങ് ഹ്യൂമർ, ഐറണി, എക്സാജറേഷൻ ഓർ റിഡിക്യൂൾ.
It intends to improve the humanity by criticizing its follies and foibles. A writer in a satire uses fictional character. ഒരു സറ്റയറിൽ ഉപയോഗിക്കുന്ന ഒരു റൈറ്റർ ഒരു സറ്റയർ ഉപയോഗിക്കുമ്പോൾ അതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ അപ്പൊ നമ്മൾ പറയുന്നത് ഐറണി ഇൻ സറ്റയർ ആണ്. Satire is a technique employed by writers to expose and criticize foolishness and corruption of an individual or a society by using humor, irony, exaggeration or ridicule. Satire എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്. Satire is a technique employed by writers to expose and criticize foolishness and corruption. Foolishnessഉം corruptionനെയും criticize ചെയ്യുക. ഒരു എന്താ പറയുന്നത് corruption of an individual, ഒരു വ്യക്തിയുടെ കറപ്ഷനെയോ ക്രിട്ടിസൈസ് ചെയ്യുക ഹ്യൂമർ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എക്സാജറേഷൻ ഓർ റെഡിക്യൂൾ, പരിഹാസം കൊണ്ടോ അല്ലെങ്കിൽ എന്താ പറയുന്നത് തമാശയിലൂടെയൊക്കെ ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെയോ ഫൂളിഷ്നെസ്സിനെ എന്ത് ചെയ്യുക നമ്മൾ എക്സ്പോസ് ചെയ്യുക. It intends to improve the humanity by criticizing its follies and foibles. A writer in a satire uses fictional character. ഒരു സറ്റയറില് ഒരു റൈറ്റർ ഇൻ എ സറ്റയർ, ഒരു സറ്റയർ എഴുതുന്ന ആള് അതില് ഫിക്ഷണൽ ക്യാരക്ടറാണ് യൂസ് ചെയ്യുന്നത്, വിച്ച് സ്റ്റാൻഡ്സ് ഫോർ റിയൽ പീപ്പിൾ ടു എക്സ്പോസ് ആൻഡ് കണ്ടം ദർ കറപ്ഷൻ. യഥാർത്ഥ ആളുകളെ അവരുടെ എന്താ പറയുന്നത് തെറ്റുകളെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ അഴിമതികളെ കണ്ടം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ബോത്ത് ഐറണി ആൻഡ് സറ്റയേഴ്സ് ആർ ലിറ്റററി ടേംസ് that are commonly used to portray something that is contrary to the truth in order for this to be exposed to the general public for the purpose of awareness and change. ഇനി both irony and satires, ഐറണിയും സറ്റയേഴ്സും ആർ ലിറ്റററി ടേംസ്, അത് രണ്ടും എന്താണെന്ന് പറയുന്നത് സാഹിത്യ പദങ്ങളാണ്. ടേംസ് ദാറ്റ് ആർ കോമൺലി യൂസ്ഡ് ടു പോർട്രേ സംതിങ് that is contrary to the truth in order for this to be exposed to the general public for the purpose of awareness and change. അതായത് പൊതുജനങ്ങൾക്ക് എന്താ പറയുന്ന വളരെ അവബോധം ഉണ്ടാക്കുന്നതിനും പൊതുജനങ്ങൾക്ക് വളരെ മാറ്റം ഉണ്ടാക്കുന്നതിനും വേണ്ടിയിട്ട് സമൂഹത്തിലുള്ളതോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടേതായ എന്താ പറയുക തെറ്റുകളെ പരിഹസിക്കുക. അങ്ങനെ പരിഹാസത്തിലൂടെയും തമാശയിലൂടെയും ജനങ്ങളെ എന്ത് ചെയ്യുക, അവബോധം നടത്തുക, ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക. ഹ്യൂമർ ബേബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഐറണി ആസ് വെൽ ആസ് സറ്റയർ. സറ്റയറിലൂടെയോ ഐറണിയിലൂടെയോ ഹ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. However, the main function of humor is to momentarily amuse the reader or audience member. അതായത് ഹ്യൂമറിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊമെന്ററിലി അമ്യൂസ് ദ റീഡർ ഓർ ഓഡിയൻസ് മെമ്പർ, അതായത് വായനക്കാരനെ അമ്യൂസ് ചെയ്യുക. അതാണ് ഹ്യൂമറിന്റെ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത് ഹ്യൂമർ ഉണ്ടാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. സറ്റയർ മേ ബി ഹ്യൂമറസ് ആൻഡ് വിറ്റി. സറ്റയർ ഹ്യൂമറസ് ആയിരിക്കും, അതേപോലെ തന്നെ എന്താണ് വിറ്റി ആയിരിക്കും. ഹ്യൂമർ ഈസ് ദ ഷുഗർ കോട്ടിംഗ് വിച്ച് മേക്സ് ദ ക്രിറ്റിസിസം ഈസിയർ ടു ടേക്ക്. ഹ്യൂമർ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ ഷുഗർ കോട്ടിംഗ് വിച്ച് മേക്സ് ദ ക്രിറ്റിസിസം ഈസിയർ ടു ടേക്ക്. ഹ്യൂമർ എന്താ പറയുന്നത് ക്രിറ്റിസിസം ഈസിയർ ആക്കാനായിട്ട് സഹായിക്കുന്നു. A writer of satire uses laughter against a situation, a particular person or a type of person with the aim of correcting an undesirable situation or human folly or saving people from committing follies.
ഒരു സറ്റയറിലൂടെ അല്ലെങ്കിൽ ഒരു റൈറ്റർ സറ്റയർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക വ്യക്തികളുടെയോ വിഡ്ഢിത്തത്തെ അല്ലെങ്കിൽ അവരുടെ തെറ്റുകളെ അല്ലെങ്കിൽ അവരുടെ ഫൂളിഷ്നെസ്സിനെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സറ്റയർ ഉപയോഗിക്കുന്നത്. അപ്പൊ ഐറണി ഇൻ സറ്റയർ ആണ് അതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ അടുത്തതാണ് പാരഡോക്സ്. എന്താണ് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ? പാരഡോക്സ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് എ ട്രൂത്ത് ഈസ് കൺവെയ്ഡ് ആൻഡ് ദ ഫോം ഓഫ് ആൻ അപ്പാരന്റ് absurdity of contradiction. It is an apparently self-contradictory statement which is nevertheless found to be true. അതായത് പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ഇസ് എ ഫിഗർ ഓഫ് സ്പീച്ച്. പാരഡോക്സ് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇൻ വിച്ച് എ ട്രൂത്ത് ഈസ് കൺവേഡ്, അതിലൊരു സത്യം കൺവേ ചെയ്തിട്ടുണ്ടാവും. under the form of an apparent absurdity or contradiction. It is an apparently self-contradictory statement. അതൊരു എന്താ പറയുന്നത്, സെൽഫ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നെവർത്തലെസ് ഫൗണ്ട് ടു ബി ട്രൂ. അത് ഒരിക്കലും എന്തായിരിക്കില്ല, ട്രൂ ആയിരിക്കില്ല, സത്യമായിരിക്കില്ല. ഇനി അതിന് എക്സാമ്പിൾസ് ഓഫ് പാരഡോക്സിൽ പറയുന്നത് ദ ചൈൽഡ് ഈസ് ഫാദർ ഓഫ് ദി മാൻ, മോർ ഹേസ്റ്റ് ലെസ് സ്പീഡ്. ഇതെല്ലാം നമ്മൾ പാരഡോക്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ paradox is a figure of speech in which a truth conveyed under the form of an apparent absurdity of contradiction. അതേപോലെ അടുത്തതാണ് ആന്റിതീസിസ്. ആന്റിതീസിസ് is a figure in which a striking opposition of contrast of words or feelings is made in the same sentence. അതായത് ആന്റിതീസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ is a figure in which a striking opposition of contrast of words or feelings is made in the same sentence. ഒരേ സെന്റൻസിൽ തന്നെ ഉപയോഗിക്കുന്ന കോൺട്രാസ്റ്റുകൾ അല്ലെങ്കിൽ എന്താ പറയുന്നത്, സ്ട്രൈക്കിംഗ് ഒപ്പോസിഷൻസ്. ഇപ്പൊ മാൻ പ്രൊപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. അതേപോലെ മെൻ മസ്റ്റ് വർക്ക് ആൻഡ് വുമൺ മസ്റ്റ് വീക്ക്. ഇതെല്ലാം എന്താണ്, സ്ട്രൈക്കിംഗ് ആന്റിതീസിസ്, ഒരേ സെന്റൻസിൽ ഉപയോഗിക്കുന്ന ആന്റിതീസിസ് ആണ്. അപ്പൊ so we will wind up the class.